കോൺഗ്രസിനെ വെട്ടിലാക്കിയ സ്വകാര്യ ഫോൺ സംഭാഷണത്തിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. സ്വകാര്യ ഫോൺ സംഭാഷണം പുറത്തുവിട്ട് കോൺഗ്രസിനെ വെട്ടിലാക്കിയത് പാർട്ടിയിലുള്ളവർ തന്നെയെന്ന് പാലോട് രവിയുമായി സംസാരിച്ച കോൺഗ്രസ് പ്രവർത്തകൻ ജലീൽ. മണ്ഡലം പ്രസിഡന്റ് എം.എ. ദിൽബറും സംഘവും നടത്തിയ ആസൂത്രിത നീക്കമെന്നും പാലോട് രവിയും താനും സംസാരിച്ചത് പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചാണെന്നും ജലീൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ വോയിസ് ഒരു ചാനലിൽ ഞാൻ കൊടുത്തിട്ടില്ല. എന്റെ ഒരു സുഹൃത്ത് പാലൂർ രവി വിളിച്ചു, രതീഷ് കുതിർകുളം ജിയോ പെരപ്പങ്കോട് എന്ന് പറഞ്ഞ രതീഷ് എന്നെ വിളിച്ചു ചോദിച്ചു, പാലൂർ രവി സാറിനോട് സംസാരിച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞു അദ്ദേഹം പങ്കെടുക്കും എന്നാ ആ വോയിസ് ഒന്നിട് എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഞാൻ തന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫിനെയോ വേറെ ആരെയൊക്കെ കൊടുത്തിട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം.എ. ദിൽബറും മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പുരുഷോത്തമൻ നായരും സാംസ്കാരിക സാഹചര്യയുടെ വാമനൂർ നിയോജക മണ്ഡലം കൺവീനർ എം. അനിയും കൂടെ ചെയ്ത ചതിവാണിത്. പാലോട് രവിയുടെ രാജിക്ക് പിന്നാലെ തിരുവനന്തപുരം DCCയുടെ താൽക്കാലിക ചുമതല എൻ ശക്തന് നൽകി. നിലവിൽ KPCC വൈസ് പ്രസിഡന്റാണ് ശക്തൻ. PR പ്രവീണ ചേർന്നു വിവരങ്ങളുമായി. പ്രവീണ, ഈ ഫോൺ സംഭാഷണം എങ്ങനെ വെളിയിൽ വന്നു എന്നാണ് ഇപ്പോൾ ജലീൽ നമ്മളോട് വ്യക്തമാക്കുന്നത്. അദ്ദേഹം അറിയാതെ ഈ കാര്യം എങ്ങനെ പുറത്തു വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു ചതിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം അത് അദ്ദേഹത്തിന് കാര്യമായി വിശദീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഇതെങ്ങനെയാണ് ഇത് പുറത്തേക്ക് വന്നത്, ഈ നീക്കം എന്തായിരുന്നു എന്നൊക്കെ വിശദീകരിക്കാൻ ജലീലിന് കഴിയുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? ജലീലും അതുപോലെ തന്നെ DCC അധ്യക്ഷൻ ആയിരുന്ന പാലോട് രവിയും തമ്മിലുള്ള സംഭാഷണം പുറത്തു വരണമെങ്കിൽ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും റെക്കോർഡ് ചെയ്ത് പുറത്തുവിടണം. ഇതിൽ ഇപ്പോൾ ജലീൽ പറയുന്നതനുസരിച്ച് ജലീലിന്റെ ഫോണിൽ റെക്കോർഡഡ് ആയിരുന്നു. അതിനുശേഷം ജലീൽ പറയുന്ന പോലെ രതീഷ് എന്ന് പറയുന്ന ആൾ വിളിക്കുന്നു, പാലോട് രവിയുമായി സംസാരിച്ച കാര്യം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ ഓഡിയോ റെക്കോർഡിംഗ് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം അത് ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനു ഉള്ളിൽ രതീഷ് ഇത് പലരിലേക്ക് ഇത് കൈമാറ്റം ചെയ്തു എന്നാണ് പറയുന്നത്. 3 മാസം മുൻപ് നടന്നൊരു സംഭവമാണ്. അന്ന് ഇത് പുറത്തു കൊടുക്കാതെ ഇപ്പോൾ ഈ സമയത്ത് ഇത് മാധ്യമങ്ങൾക്ക് എത്തിച്ചു കൊടുത്തതിലെ ഗൂഢാലോചനയാണ് ഇപ്പോൾ ജലീൽ വരെ സംശയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എന്തിനായിരുന്നു ഇത്, ആർക്കുള്ള പണിയാണ് എന്നുള്ളതാണ് ജലീൽ ചോദിക്കുന്നത്. ജലീൽ തന്നെ ആണ് ഈ പറഞ്ഞ ആൾക്ക് അയച്ചു കൊടുത്തത്. പക്ഷെ അവിടെ നിന്ന് എങ്ങനെയാണ് 3 മാസങ്ങൾക്കിപ്പുറം മാധ്യമങ്ങൾക്ക് ചോർത്തി കിട്ടിയത് എന്നുള്ള ചോദ്യമാണ് ജലീൽ ചോദിക്കുന്നത്. എന്തായാലും ജലീലിനെ പാർട്ടിയിൽ നിന്നടക്കം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പ്രാഥമിക അംഗത്തിൽ നിന്നടക്കം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പാർട്ടി പ്രവർത്തകനായി തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതും. പക്ഷേ പാർട്ടി നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം KPCC ഇന്നലെ തന്നെ രാജി ചോദിച്ചു വാങ്ങിക്കാൻ ഉണ്ടായ സാഹചര്യം ജില്ലാ നേതൃത്വത്തെയോ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞ കാര്യം ജില്ലാ നേതൃത്വത്തെ മാത്രമല്ല പിടിച്ചുലച്ചത്, സംസ്ഥാന നേതൃത്വത്തെയാണ്. കാരണം LDF ഭരണം തുടരുകയും മൂക്കും കുത്തി UDF താഴെ വീഴുകയും ചെയ്യും എന്നൊക്കെ പറയുകയും അണികൾ BJPയിലേക്ക് പോകുന്നു, കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറി എന്നതടക്കം പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുണ്ടാകുന്ന പ്രതിരോധം ചെറുതല്ല. അതെങ്ങനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അത് ചെറുത്തു നിൽക്കാനാകും എന്നുള്ള ചോദ്യമാണ് ഉള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഒരു മുതിർന്ന നേതാവ് എൻ ശക്തന് ചുമതല കൊടുത്തുകൊണ്ട് മറ്റ് നിയമനങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാത്തത്. അടുത്ത മാസം ഓഗസ്റ്റ് ആദ്യവാരത്തോടെ പുതിയ അധ്യക്ഷന്മാരെത്തിയേക്കും. പക്ഷെ അപ്പോഴും തിരുവനന്തപുരത്തിന്റെ പ്രശ്നം, തിരുവനന്തപുരം സംബന്ധിച്ച് സാധാരണഗതിയിൽ ലക്ഷ്മിക്ക് തന്നെ അറിയാം, ഒരു KPCC ഭാരവാഹിയാകാനോ DCC ഭാരവാഹിയാകാനോ ഒക്കെ വടംവലി നടക്കുന്ന ഒരു ജില്ലയാണ്. അവിടെ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇത്തവണ ആൾക്കാർ ഒരാളുടെ പേര് പോലും സ്വയം പോലും നോമിനേറ്റ് ചെയ്യാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ പാർട്ടിയുടെ സ്ഥിതി തിരുവനന്തപുരം ജില്ലയിൽ എത്രത്തോളം താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചന കൂടിയാണ്. ഇത് തന്നെയാണ് പാലോട് രവി പറഞ്ഞത്. പക്ഷെ പാലോട് രവി പറയുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്കുകൾ തെറ്റിപ്പോയി എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ടുകൂടിയാണ് AICC റിപ്പോർട്ട് ചോദിച്ച ഉടനെ രാജി ചോദിച്ചു വാങ്ങി ആ രാജി അപ്പോൾ തന്നെ അംഗീകരിച്ച് വാർത്താക്കുറിപ്പ് ഔദ്യോഗികമായി തന്നെ പുറത്തിറക്കിയത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു ഒറ്റ MLA മാത്രമാണ് ഉള്ളത്. കയ്യിലുണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റുകൾ അപ്പാടെ കയ്യിൽ നിന്ന് പോയി. തിരുവനന്തപുരം നഗരസഭയിൽ 3ാം സ്ഥാനത്താണ്. അവിടെ നിന്നൊക്കെ തിരിച്ചു വരവ് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് കൂടി പാർട്ടിയെ ഈ ഘട്ടത്തിൽ വിഷമവൃത്തത്തിലാക്കുന്ന കാര്യമാണ്.
പ്രവീണ, പാലോട് രവി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത് ഞാൻ അങ്ങനെ ഒരു കാര്യമല്ല ഉദ്ദേശിച്ചത്, ആളുകൾ നന്നായി പ്രവർത്തിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആകെ സ്ഥിതി അപകടത്തിലാകും എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് പാലോട് രവി വിശദീകരിക്കുന്നത്. ശരിക്കും എന്താണ് വസ്തുത? എന്താണ് പാലോട് രവിയെ ഈ പ്രതികരണത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് അവിടുത്തെ രാഷ്ട്രീയം മനസ്സിലാക്കുമ്പോൾ കരുതേണ്ടത് പ്രവീണ? ലക്ഷ്മി, പാർട്ടി പ്രവർത്തകനോട്, അതായത് ഒരേ തട്ടിലുള്ള പ്രവർത്തകരല്ലാതെ അദ്ദേഹം ഇരിക്കുന്നത് DCC അധ്യക്ഷ സ്ഥാനത്താണ്. ഇത് താഴെ തട്ടിലുള്ള ഒരു പ്രവർത്തകനാണ്. ആ പ്രവർത്തകൻ വിളിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മോട്ടിവേഷൻ നൽകാറുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണം, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്തില്ലെങ്കിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് വരെ ഓക്കെയാണ്. അദ്ദേഹം പറയുന്നത് പോലെ ഏതെങ്കിലും മൈതാനത്ത് പോയി പ്രസംഗിച്ചതല്ല, വേറെ മാധ്യമങ്ങളോട് സംസാരിച്ചതല്ല എന്നൊക്കെ പറയുന്നതിനിടെ നേതൃത്വം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പറയുന്ന അദ്ദേഹത്തിന്റെ ചില വാക്കുകളുണ്ട്. ഇക്കണക്കിന് പോയാൽ സംസ്ഥാനത്ത് വീണ്ടും ഭരണം വരിക CPM-നാണ്. 3-ാം സ്ഥാനത്തേക്ക് പോകും. BJP-യിലേക്ക് അണികൾ പോകും. മുസ്ലിം ആളുകൾ വീണ്ടും CPM-ലേക്കോ BJP-യിലേക്കോ പോകുന്ന സ്ഥിതി ഉണ്ടാകും. ഇതടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ മുഖം വികൃതമായി ഇപ്പോൾ എഴുതി വച്ചുള്ളൂ. ഇപ്പോൾ ഭരണത്തിലുള്ള പഞ്ചായത്തുകളിൽ പോലും പാർട്ടിക്ക് ഭരണം കിട്ടാത്ത അവസ്ഥയുണ്ടാകും എന്നൊക്കെ കൽപ്പിച്ച് പറയുന്നത് പോലെയാണ് എന്നുള്ളൊരു തോന്നലാണ് നേതൃത്വത്തിനുണ്ടാക്കിയത്. അദ്ദേഹം താഴെത്തട്ടിലുള്ള അണികളെ അവർക്ക് ഒരു ഉപദേശം നൽകാനായി പറഞ്ഞതാണെങ്കിൽ കൂടി ഉപയോഗിക്കേണ്ടാത്ത വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നേരത്തെ തന്നെ പാലോട് രവിയെക്കുറിച്ച് വലിയ തോതിലുള്ള പരാതികൾ ഉയർന്നിരുന്നു. ചില നേതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു, തനിക്ക് താല്പര്യമില്ലാത്തവരെ DCC-യിൽ നിന്നടക്കം പുറത്താക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ലക്ഷ്മിക്ക് അറിയാവുന്നതുപോലെ നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മുൻ മണ്ഡലത്തിൽ മത്സരിച്ച PS പ്രശാന്തിനെ തോൽപ്പിച്ചത് അദ്ദേഹമാണെന്ന് അന്ന് PS പ്രശാന്ത്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന PS പ്രശാന്ത് തെളിവുകൾ നിരത്തി KPCC-ക്ക് പരാതി നൽകിയിരുന്നെങ്കിലും അന്ന് മുതിർന്ന നേതാക്കൾ ഇടപെട്ട് അന്നത്തെ DCC അധ്യക്ഷൻ കൂടിയായിരുന്ന പാലോട് രവിയെ സംരക്ഷിക്കുകയായിരുന്നു. ഇതടക്കം ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടാണ് നടപടിയിലേക്ക് നീങ്ങിയത്. PR പ്രവീണയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചത്.